ഒരു ഉഗ്രൻ കരച്ചിലുമായി തിരുവനന്തപുരത്തിന്റെ അപ്രഖ്യാപിത മേയർ ഇപ്പോ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്രഖ്യാപിത മേയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ, വേറൊരുമല്ല, നമ്മുടെ ശ്രീലേഖ IPS ആണ്. സംഭവം BJP-ക്കാരെല്ലാരും കൂടി ചേർന്ന്, BJP-ക്കാരെന്ന് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് എടുത്തു തന്നെ പറയണം. രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖ മേഡത്തിന്റെ അടുത്ത് വിളിച്ചു പറയുന്നു, മേഡത്തിനെ ഞങ്ങൾ മേയറാക്കാം, മത്സരിക്കാൻ നിൽക്കണം, കൗൺസിലറായി മത്സരിക്കാൻ നിൽക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. പാവപ്പെട്ട പോലീസുകാരെ ഭരിക്കാൻ DGP ആയിരുന്നു, ഇനി കുറച്ചുനാൾ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട് മേയറാകാം എന്നുള്ളൊരു പദ്ധതിയുമായിട്ടാണ് നമ്മുടെ ശ്രീലേഖ മേഡം രംഗത്തുള്ളത്. പക്ഷേ BJP-ക്കാരല്ലേ കാലുവാരി എന്ന് കൃത്യമായിട്ട് തന്നെ പറയാം. അതുപോലെ ശ്രീലേഖ IPS-നെ കാലുവാരുന്നു, വെറും കൗൺസിലറായിട്ട് അവസാനം IPS എന്നുള്ള ആ വാലറ്റം പോലും പേരിൽ നിന്ന് എടുത്തു മാറ്റേണ്ട സാഹചര്യം വരെ ശ്രീലേഖ മേഡത്തിന് വന്നെത്തുന്നു. ഇപ്പോ ഒരു കരച്ചിലുമായി ശ്രീലേഖ മേഡം തന്നെ രംഗത്തുണ്ട്. ആദ്യം ആ കരച്ചിൽ നമുക്ക് മുഴുവനായിട്ടൊന്ന് കേൾക്കാം. കോർപ്പറേഷൻ ഇലക്ഷന് നിൽക്കാൻ വിസമ്മതിച്ചപ്പോ ായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മേയറാക്കാം എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ വെറും കൗൺസിലറായിട്ടല്ല നിർത്തുന്നത്, മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കാൻ തന്നെ തയ്യാറായത്. അത് ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആദ്യം, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു അവസരത്തില്, പ്രചാരണം നടക്കുന്ന അവസരത്തിലെല്ലാം മേയർ എന്ന നിലയിൽ പല ചർച്ചകളിലും പോയത് മേഡമായിരുന്നു. അപ്പോൾ മത്സര രംഗത്ത് തന്നെ താല്പര്യമില്ലാതിരുന്ന, അല്ലെങ്കിൽ കൗൺസിലറായി മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നതാണോ? അല്ല, ആഗ്രഹിച്ചില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. സംഖ്യകളുടെ സ്വന്തം ശ്രീലേഖ മേഡത്തിന് കൗൺസിലറായി മത്സരിക്കാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അപ്പോഴാണ് രാജീവ് ജി ശ്രീലേഖ മേഡത്തിന്റെ അടുത്ത് പോയി പറയുന്നു, മേഡത്തിനെ ഞങ്ങൾ മേയറാക്കാം, DGP ആയിരുന്നതുപോലെ ഇനി പോലീസുകാരെ ഭരിച്ചിരുന്നതിന് പകരം ജനങ്ങളെ കയറി അങ്ങ് ഭരിക്കാം. ഇതായിരുന്നു ഈ പറയുന്ന ശ്രീലേഖ മേഡത്തിന് രാജീവ് ചന്ദ്രശേഖരും BJP-യും കൂടി കൊടുത്ത ഒരു ഓഫർ. പക്ഷേ BJP-ക്കാരല്ലേ കാലുവാരി, അത്രയേ ഉള്ളൂ സംഭവം. ശ്രീലേഖ മേഡത്തിന് കൗൺസിലറായി വിജയിച്ചു വന്ന ഉടനെ കാലുവാരി ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് പറഞ്ഞു, തൽക്കാലം തിരുവനന്തപുരം നഗരസഭയ്ക്കകത്തുള്ള കുപ്പയൊക്കെ പോയി പറക്കുക, അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ പോയി പറക്കി ഒന്ന് ഒതുക്കാൻ നോക്ക്, അതിനുശേഷം നമുക്ക് ഒന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിക്കണം, മേയർ ആക്കാം എന്നുള്ള ആ ഒരു പ്രലോഭനത്തിൽ വീഴ്ത്തിയാണ് ശ്രീലേഖ IPS-നെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കൊണ്ടുവരുന്നത്. ഏറ്റവും അവസാനം VV രാജേഷ് എന്ന് പറയുന്ന മുട്ടൻ സംഖ്യയ്ക്ക് മേയർ സ്ഥാനം കൊടുത്തിട്ട് നമ്മുടെ ഈ പറയുന്ന ശ്രീലേഖ മേഡത്തിനെ തഴഞ്ഞു എന്ന് കൃത്യമായി പറഞ്ഞു വെക്കാൻ പറ്റുന്ന സാഹചര്യമാണ്